യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ദൈവീക സാന്നിധ്യം നിറഞ്ഞ ഒരു പുതിയ ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്കാ ശ്ലീഹ എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 25, 26, 27 തിരുവചനങ്ങൾ. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുവാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ചു മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ കൂടെ യേശു നടന്നുകൊണ്ട് അവരോട് വിശുദ്ധ ലിഖിതം വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ ശ്രവിച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈശോയുടെ മരണവും ഉത്ഥാനവും എല്ലാം വിശ്വാസത്തോടെ ഏറ്റെടുക്കുകയും ആ വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ആ യേശു എൻ്റെ കൂടെ എപ്പോഴും യാത്ര ചെയ്യുന്നുണ്ടെന്നും ആ യേശു എൻ്റെ തൊട്ടരികിലുണ്ടെന്നും ആ യേശു വഴിയാണ് ഞാൻ ദിവസവും ദൈവവചനം ശ്രവിക്കുന്നതും ആ ദൈവവചനം എനിക്ക് മനസ്സിലാക്കി തരുന്നതും എന്ന് വിശ്വസിക്കുന്ന എത്ര പേർ നമ്മുടെ കൂടെയുണ്ട്? എൻ്റെ ഓരോ പ്രവൃത്തികളും ദൈവാനുഗ്രഹം നിറഞ്ഞതാകുന്നതിന് കാരണം എൻ്റെ കർത്താവും രക്ഷകനുമായ യേശു എൻ്റെ ഒപ്പം ഉള്ളതുകൊണ്ടാണെന്ന്, ആ യേശുവിൻ്റെ കൃപ കൊണ്ടാണ് ഞാൻ ഇന്ന് കാണുന്നതെല്ലാം അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മുടെ മിടുക്കോ കഴിവോ ഒന്നുകൊണ്ടും നേടുന്നതല്ല, എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നേടുന്നതാണ്. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തോടൊപ്പം, യേശുവിനോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. അവൻ പറയുന്നത് കേട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് വേണ്ടതെന്തും വിശദീകരിച്ച് തരുവാൻ, വ്യാഖ്യാനിച്ച് തരുവാൻ ആ യേശു നിങ്ങളുടെ സമീപത്ത് തന്നെയുണ്ട്. അവനോട് ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ലഭിക്കും. ചെറുതും വലുതുമായി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏത് കാര്യത്തിലും സംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവൻ്റെ കൂടെയായിരിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഈ നിമിഷം സമർപ്പിക്കാം. അവരെയെല്ലാം യേശു തൻ്റെ സ്വന്തമാക്കി മാറ്റട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധക്കെടുതിയിലായിരിക്കുന്ന എല്ലാ രാജ്യങ്ങളുടെ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. രാഷ്ട്രത്തലവന്മാർ വിവേകത്തോടെ തീരുമാനമെടുക്കുവാൻ, ലോകസമാധാനം കൊണ്ടുവരുവാൻ യേശുക്രിസ്തു ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ നിമിഷം
യേശുവിൻ്റെ സമാധാനം സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.